ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈകുന്നേരം മുതൽ പിറ്റേന്ന് ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ ആരും മറക്കരുത്. പിന്നെ എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. ഇത് വൈകുന്നേരം മിൽക്ക് കേക്ക് മാംഗോ മിൽക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ. അതിലേക്ക് ഒരു മിൽക്ക് കേക്ക് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കിയതാണ്. അപ്പോൾ കേക്ക് ഉച്ചയ്ക്ക് തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വൈകുന്നേരമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വിചാരിച്ചത്. അപ്പോൾ ഇതാ കേക്ക് നല്ല സൂപ്പറായിട്ട് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പീസൊക്കെ കുറേ യൂട്യൂബിലൊക്കെ ഉണ്ടല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് വേണ്ടത് മാംഗോ പൾപ്പാണ്. ഇത് ഞാനൊരു 3 മാങ്ങൻ്റെ മാംഗോ പൾപ്പാണ് കേട്ടോ. നല്ലോണം മിക്സിയിലിട്ടിട്ട് അരച്ചെടുത്തതാണ്. ഇനിയിപ്പോൾ ഒരു പാനിലേക്ക് അതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കേക്കൊക്കെ അല്ലേ, അപ്പോൾ നല്ല മധുരം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനിയിപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഇതാ മാംഗോ പൾപ്പ് നല്ല തിക്കായിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിരുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വേണ്ടത്. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം, പിന്നെ 1/2 കപ്പ് ക്രീം ചീസ് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ എടുത്താൽ മതി കേട്ടോ. ക്രീം ചീസ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു ക്രീമിന്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ക്രീമൊക്കെ വിപ്പ് ചെയ്ത് വെച്ചിക്കണേ. ഇനിയിപ്പോൾ ഈ ഒരു മിൽക്ക് കേക്കൊക്കെ ഒരു മിൽക്ക് ഉണ്ടാക്കാണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഞാനൊരു 1.5 കപ്പ് പാലെടുത്തുക്കണേ. അതിലേക്ക് ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുക്കുക. പിന്നെ മധുരത്തിന് ആവശ്യത്തിന് കണ്ടൻസ്ഡ് മിൽക്കും കൂടി ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മാംഗോ പൾപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ ആ ഒരു മാംഗോൻ്റെ ടേസ്റ്റ് വരണം കേട്ടോ ആ ഒരു മിൽക്കിന്, അത് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കും കൂടി ചെയ്യുക. അപ്പോൾ അതാ അതിലുള്ള മിൽക്ക് റെഡി ആയിട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഒരു പുഡിംഗ് ട്രേയിൽ കേക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കണ്. പുഡിംഗ് ട്രേ കുറച്ച് വലിപ്പമുള്ള കാരണമാണ് കേട്ടോ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കണത്. സ്ക്വയറൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല സ്ക്വയറിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. പിന്നെ ഈ ഒരു പുഡിംഗ് ട്രേക്ക് ഒരു കേക്കും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി നന്നായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കേക്കേ ഉണ്ടായിട്ടുള്ളൂ, പിന്നെ അതോട് അഡ്ജസ്റ്റ് ചെയ്തു. ഒരു കേക്കും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു മിൽക്ക് അത്യാവശ്യം ആ ഒരു കേക്ക് സോക്കാവുന്ന തരത്തിൽ ഒഴിച്ചു കൊടുത്തിക്കണ്. പിന്നെ ഇതാ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വിപ്പിംഗ് ക്രീമിൻ്റെ മിക്സും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ആ ഒരു മാംഗോ പൾപ്പ് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കും കൂടി ചെയ്യട്ടോ. ഇനിയിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നല്ലോണം തണുപ്പിച്ചെടുക്കുക. നല്ല തണുപ്പുണ്ടെങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചെടുത്ത് ഇനിയിപ്പോൾ കുറച്ച് തിരുമ്പിയത് മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ്. പിന്നെ ഞാൻ മടക്കി വെക്കാൻ നിന്നപ്പോൾ മോളും അതിൻ്റെ ഒപ്പം കൂടിയിട്ട് എന്നെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ചെറുതൊക്കെ ഓളും എടുത്ത് മടക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മിൽക്ക് കേക്ക് റെഡി ആയിട്ടോ. ഈ ഒരു കലാപരിപാടിയൊക്കെ മോള് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ മക്കൾക്ക് സമാധാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്തെടുത്തേക്കണ്. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആ ഒരു മിൽക്കിൻ്റെ ബാക്കിയുണ്ട്, നമ്മൾ ഇതിലേക്കും കൂടി ഒഴിക്കുന്ന തരത്തിൽ മിൽക്ക് ഉണ്ടാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മിൽക്കും പിന്നെ കുറച്ച് മാംഗോ പീസും ഒക്കെ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള അടിപൊളി ടേസ്റ്റുള്ള മിൽക്ക് കേക്കാണ്. ഇപ്പോൾ മാംഗോൻ്റെ സീസണൊക്കെയാണല്ലോ, അപ്പോൾ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ. കഴിച്ചാൽ പിന്നെ നമുക്ക് നിർത്താൻ തോന്നില്ല കേട്ടോ, അത്രയ്ക്ക് ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇത് പിന്നെ പിറ്റേന്ന് ഉച്ചക്കെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അടിപൊളി ഒരു മട്ടൻ ബിരിയാണീൻ്റെ റെസിപ്പി കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു 1.25 കിലോന് മട്ടൺ എടുത്തുക്കണേ.
അതിലേക്ക് ഞാനിവിടെ 6 കപ്പ് അരിയാണ് കേട്ടോ ചോറ് വെക്കുന്നത്. അപ്പോൾ അതിലേക്ക് 6 വലിയ ഉള്ളി, അത്യാവശ്യം വലിയ ഉള്ളി ഇതുപോലെ ഒന്ന് വറുത്തെടുത്തുക്കണം, നമ്മൾ ബിരിയാണിക്കൊക്കെ വറുക്കണ പോലെ. എന്നിട്ട് അത് നല്ലോണം പൊടിച്ചിട്ട് മട്ടനിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ 4 വലിയ തക്കാളിയും കൂടി ചേർത്തുക്കണ്. പിന്നെ 2 ബൾബ് വെളുത്തുള്ളിയും അതിൻ്റെ പകുതി ഇഞ്ചിയും പിന്നെ ഒരു 10 പച്ചമുളകും കൂടി ചതച്ചതാണ് കേട്ടോ. അപ്പോൾ അതും കൂടിയും ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഒരു പിടി മല്ലിയില, പിന്നെ അതിൻ്റെ പകുതി പുതിനയില, പിന്നെ 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് ഗരം മസാല പൊടിച്ചത്, പിന്നെ ഒരു 1/4 കപ്പ് തൈരും ഒരു 2 ചെറിയ ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഈ ഒരു മസാല കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മസാലയൊക്കെ മിക്സായി. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മൂടി വെച്ചിട്ട് ഈ ഒരു മസാല ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ മസാലേൻ്റെ പോട്ടൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ചോറ് ഇതിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. റോസ് കൈമൻ്റെ റൈസാണ്. വെള്ളത്തിലേക്ക് പിന്നെ ഗ്രാമ്പൂ, പട്ട, ഏലക്കായ, അതുപോലെ കുറച്ച് നെയ്യും ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ റൈസ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതാ മസാല ഇവിടെ കുറച്ച് വെള്ളം ഉണ്ടായപ്പോൾ ഞാനതൊന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മൾ റൈസും റെഡിയായി. ഇനിയിപ്പോൾ ദമ്മിടാം. അപ്പോൾ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ഉള്ളിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് ഗരം മസാലയും ഒക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ മുകൾക്ക് ഇതാ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുത്തേക്കണേ. അതിൻ്റെ മുകൾക്കും കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ഉള്ളിയും ഗരം മസാല ആ ഒരു ഉള്ളിയിൽ തന്നെ മിക്സ് ചെയ്തിരിക്കുന്നു കേട്ടോ കുറച്ച്. പിന്നെ കുറച്ച് മല്ലിയിലയും കാഷ്യും അതൊക്കെയാണ്, അതും കൂടി ഇട്ടിട്ട് ബാക്കിയുള്ള മസാലയും കൂടിയും അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നെയ്യും കൂടിയും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അത് ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത് അടച്ച് വെച്ചിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് ദം ചെയ്തെടുക്കാം. ആ ഒരു ടൈമിൽ എനിക്ക് കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാണ് കേട്ടോ.
അങ്ങനെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഫുഡ് കഴിക്കാൻ സമയമായി. ഇത് ബിരിയാണി കഴിക്കണ ആ ഒരു വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ എല്ലാവരും ആ ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കണം, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.